ഹായ് എവരിവൺ, വെൽക്കം ടു AVS സിവിൽ സർവീസ് അക്കാദമി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സർവീസ് സർക്കിളിലേക്ക് സ്വാഗതം. നമ്മൾ UPC പ്രിലിംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് 2018 വരെയുള്ള നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2019 പകുതി ഭാഗം, ഏകദേശം 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ അത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 2019 ബാലൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് പാരലായിട്ട് ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അത് താമസിച്ച് ജോയിൻ ചെയ്താൽ പോലും റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് പുതിയ ബാച്ചുകളുണ്ട്. അപ്പോൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓഫീസിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 2019 ചോദിച്ചിട്ടുള്ള ഏകദേശം 19 ക്വസ്റ്റ്യൻസ് ആണ് 2019 എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ മണി മൾട്ടിപ്ലയർ ഇൻ ആൻ എക്കോണമി ഇൻക്രീസസ് വിത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? മണി മൾട്ടിപ്ലയർ ഇൻ ആൻ എക്കോണമി. ഓക്കെ, മണി മൾട്ടിപ്ലയർ ഇൻ ആൻ എക്കോണമി അത് ഇൻക്രീസ് ചെയ്യുന്നതിനെ സഹായിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇൻക്രീസ് ഇൻ ദ ക്യാഷ് റിസർവ് റേഷ്യോ. ഓപ്ഷൻ ബി, ഇൻക്രീസ് ഇൻ ദ ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ. ഓപ്ഷൻ സി, ഇൻക്രീസ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി. ഓപ്ഷൻ ഡി, ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി. റൈറ്റ്. ഇപ്പോൾ നമുക്ക് മണി മൾട്ടിപ്ലയറിനെ കുറിച്ച് യാതൊരു ധാരണയില്ലെങ്കിൽ പോലും ഇതൊരു എലിമിനേഷൻ ടെക്നിക്ക് വഴി നമുക്ക് വേണമെങ്കിൽ ഇത് ശരിയായിട്ടുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒന്നുകൂടെ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എയിൽ പറയുന്നത് ഓപ്ഷൻ സിയിൽ പറയുന്നതും ഏകദേശം ഒരേ സ്വഭാവമുള്ള കാര്യങ്ങളാണ്. ഇതൊരു റിസർവിനെ കുറിച്ചാണ് പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോനെ കുറിച്ചാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ റേഷ്യോ ഒന്നും കൂടെ തരാതിരുന്നത്. ഓക്കെ, ആക്ച്വലി SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോഴാണ് ഞാൻ പൂർത്തിയാകുന്നത്. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് ക്ലൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ റേഷ്യോ എന്ന വേർഡ് ഇവിടെ തരാതിരുന്നത്. ആക്ച്വലി ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും എന്താണ്? ഇത് ഒരു റിസർവ്, ക്യാഷ് റിസർവ് ചെയ്ത് വെക്കുന്ന മെക്കാനിസമാണ്. ഒന്ന് RBIയിലായിരിക്കണം റിസർവ് ചെയ്യേണ്ടത്, രണ്ടാമത്തേത് ബാങ്കിൽ തന്നെ ആയിരിക്കണം റിസർവ് ചെയ്ത് വെക്കേണ്ടതെന്ന് വ്യത്യാസമാണെങ്കിൽ പോലും ഇത് ക്യാഷ് റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കോമൺ കാറ്റഗറിയിൽ പെടുന്ന സംഗതിയാണ്. ഓക്കെ, ഇത് രണ്ടും എന്താണ്? റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കോമൺ ക്യാരക്ടറുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. റൈറ്റ്. അപ്പോൾ ഇത് രണ്ടും ശരിയാവുകയാണെങ്കിൽ ഇത് രണ്ടും ശരിയാവേണ്ടി വരും. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്, അതായത് ക്യാഷ് റിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതായിരിക്കണം ആൻസർ ആയിട്ട് വരേണ്ടതെങ്കിൽ ഇത് രണ്ടും ശരിയായേ പറ്റത്തുള്ളൂ, അല്ലെ? ഇത് രണ്ടും ഒരുമിച്ച് ശരിയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് ആദ്യമേ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് രണ്ടും സെയിം മീനിങ് ആണ് നമുക്ക് തരുന്നത്. ക്യാഷ് റിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള മീനിങ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം എളുപ്പത്തിൽ നമുക്കിത് ആക്ച്വലി ക്യാഷ് റിസർവ് റേഷ്യോയും ഈ SLRും എന്താണെന്ന് അറിയാവുന്ന ആളുകൾക്ക് ആദ്യം തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മിച്ചമുള്ള ഓപ്ഷൻ ബിയും ഡിയും ഒന്നുകൂടെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി പറയുന്നത് ഇൻക്രീസ് ഇൻ ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ദ പോപ്പുലേഷനും ഓപ്ഷൻ ഡി പറയുന്നത് വെറുതെ പോപ്പുലേഷൻ ഇൻക്രീസ് എന്നാണ് പറയുന്നത്. ഇത് മണി മൾട്ടിപ്ലയർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി ഓപ്ഷൻ ബിയിലും ഡിയിലും തമ്മിൽ ഏതാണ് കൂടുതൽ എക്കണോമിക് കണ്ടന്റ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? അത് ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആണ് കമ്പാരിറ്റീവ്ലി, അല്ലെ? ഇവിടെ ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നത് വെറുതെ പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറയുന്നു. ഇവിടെ ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്നത് ബാങ്കിങ് ഹാബിറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആണ് ഇൻക്രീസ് ഉണ്ടാവുന്നത്. അതായത് ബാങ്കിങ് ഹാബിറ്റ് എന്ന് പറയുന്ന എക്കണോമിക് കണ്ടന്റ് ഇതിൽ കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ഇത് എക്കണോമിക്സ് എന്നുള്ള ചോദ്യമാണ് നമുക്ക് മനസ്സിലായത് കൊണ്ട് ഉറപ്പായിട്ടും ഒരു വൈൽഡ് ഗസ് വഴി നമുക്ക് ഓപ്ഷൻ ബി പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ശരിയായിട്ടുള്ളതെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മണി മൾട്ടിപ്ലയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ബാങ്കിൽ നടത്തി കഴിയുമ്പോൾ ഫൈനൽ മണി സപ്ലൈയിൽ അത് ഒരു ഗ്രേറ്റർ ഇൻക്രീസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് മണി മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു 100 CR 100 കോടി രൂപ ഒരു ബാങ്കിലേക്ക് നിക്ഷേപം വന്നിട്ടുണ്ട്. ഓക്കെ,
100 കോടി രൂപ ഒരു ബാങ്കിലേക്ക് നിക്ഷേപം വന്നു. റൈറ്റ്. ഈ 100 കോടി രൂപ ബാങ്ക് അവിടെ വെറുതെ സൂക്ഷിച്ചു വെക്കുമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യത്തില്ല, അല്ലെ? അതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് അത് ലെൻഡ് ചെയ്യും, ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കും. ഓക്കെ, ഈ മുഴുവൻ 100 കോടി രൂപ എടുത്തും ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കാണ്ട് ബാങ്കിന് പറ്റത്തില്ല. അതിന് റിസർവ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് നമ്മൾ CRR-ലും SLR-ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു 20% ആണ് ഇതെല്ലാം കൂടെ ചേർത്തുള്ള റിസർവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ 100 കോടിയിൽ നിന്ന് 20 കോടി രൂപ എടുത്ത് റിസർവ് ചെയ്ത് വെക്കണം. ഓക്കെ, മിച്ചമുള്ള 80 കോടി ആളുകൾക്ക് ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വലിനോ ലോൺ കൊടുക്കാനായിട്ട് പറ്റും. റൈറ്റ്. ഈ ലോൺ കൊടുത്ത ആൾ വഴി ഇത് എക്കോണമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ മണി. ഓക്കെ, ഈ മണി സപ്ലൈ എക്കോണമിയിൽ സംഭവിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇത് ആരുടെയെങ്കിലും ഒക്കെ ഇൻകം ആയിട്ട്, റവന്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് ലോൺ എടുത്ത വ്യക്തി ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെയുള്ള കടം വീട്ടാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇത് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 80 കോടിയും തിരിച്ച് അവരുടെ കയ്യിലെത്തിയിട്ടുള്ള മണി അവർക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വീണ്ടും ബാങ്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ 80 കോടി തിരിച്ചെത്തി കഴിയുമ്പോൾ ബാങ്കിൽ അത് 80 കോടി വീണ്ടും സൂക്ഷിച്ചു വെക്കുമോ? ഇല്ല. അതിന്റെ ഒരു 20% എടുത്ത് മാറ്റി വെച്ചിട്ട്, അതായത് ഈ റിസർവ് റേഷ്യോ 20% ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. 20% എടുത്ത് മാറ്റി വെച്ചിട്ട് 80യുടെ 20% എന്ന് പറയുമ്പോൾ ഏകദേശം 16 വരും. ഇപ്പൊ 16 കോടി രൂപ എടുത്ത് മാറ്റി വെച്ചിട്ട് മിച്ചമുള്ള 64 രൂപ വീണ്ടും ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ലെൻഡ് ചെയ്യുന്ന എങ്ങോട്ടേക്ക് വരും? എക്കോണമിയിലേക്ക് വീണ്ടും പമ്പ് ചെയ്യപ്പെടും. അവിടുന്ന് വീണ്ടും ഡെപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു വരും. നോക്കൂ, 100 കോടി രൂപ ഇനീഷ്യലി എക്കോണമിയിൽ നിന്നും സക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നോക്കൂ, എത്ര രൂപയാണ് തിരിച്ചു വന്നിരിക്കുന്നത്? ഈ 80 കോടി വന്നു, ഇവിടെ തിരിച്ച് വീണ്ടും 64 കോടി വന്നു. ഈ 2 സ്റ്റേജ് ആയപ്പോൾ തന്നെ 144 കോടി രൂപയുടെ മൾട്ടിപ്ലൈയിങ് എഫക്റ്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇതിനാണ് നമ്മൾ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ മുൻപോട്ട് പോകുന്നതനുസരിച്ച് ഈ മൾട്ടിപ്ലയർ എഫക്റ്റും കൂടിക്കൂടി വരും. റൈറ്റ്. ഇനി ഇതിനെ സഹായിക്കുന്നത്, മൾട്ടിപ്ലയർ എഫക്റ്റ് കൂടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് ഈ മൾട്ടിപ്ലയർ എഫക്റ്റിനെ നിന്നു പോകാനായിട്ട് സാധ്യതയുള്ളത് എപ്പോഴാണ്? ഈ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്ത മണി തിരിച്ച് എക്കോണമിയിലേക്ക് വരാതിരിക്കുമ്പോഴാണ്. അതായത് ആളുകൾ എക്കോണമിയിൽ പമ്പ് ചെയ്ത മണി ഈ ഡിപ്പോസിറ്റ് വഴി വീണ്ടും ബാങ്കിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ അത് വീണ്ടും ലെൻഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിങ് മെക്കാനിസത്തിലേക്ക് മണി തിരികെ കയറാതിരുന്നാൽ അവിടെ വെച്ച് ഈ മൾട്ടിപ്ലയർ എഫക്റ്റ് മുറിയും. അല്ലെങ്കിൽ ബാങ്കിലേക്ക് തിരികെ വരുന്ന തോത് കുറഞ്ഞാൽ മൾട്ടിപ്ലയർ എഫക്റ്റിന്റെ എഫക്റ്റും കുറയും. ഓക്കെ, അപ്പൊ ആളുകൾ കൂടുതൽ ബാങ്കിങ് മെക്കാനിസത്തിലേക്ക് ഇൻവോൾവ് ആവുന്നത് വഴി മൾട്ടിപ്ലയർ എഫക്റ്റ് അതിന്റെ പൂർണ്ണതോതിൽ നടക്കും. റൈറ്റ്. അപ്പൊ ആളുകളുടെ ബാങ്കിങ് ഹാബിറ്റ് അനുസരിച്ചാണ് മൾട്ടിപ്ലയർ എഫക്റ്റ് കൂടുന്നത്. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് വൺ, which one of the following group of a plant domesticated in the new world and introduced into the old world? ഇത് ആക്ച്വലി ഹിസ്റ്ററി കണ്ടന്റ് ഉള്ളതാണ്. നമ്മൾ അഗ്രികൾച്ചറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താണ്. ഓക്കെ, ന്യൂ വേൾഡ് എന്താണെന്ന് നമുക്കറിയാം. അത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, പിന്നെ കരീബിയൻസ് ഒക്കെ ചേർന്നാണ്. ഓൾഡ് വേൾഡ് അതിനു മുൻപ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ, അതായത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഓക്കെ, ഈ ന്യൂ വേൾഡിൽ നിന്ന് ഓൾഡ് വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്ലാന്റ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി നോക്കൂ, റബ്ബർ, കോഫി, വീറ്റ്. ഇതിൽ റബ്ബർ ശരിയാണ്, പക്ഷെ ബാക്കി രണ്ടെണ്ണം അങ്ങനെയല്ല. അപ്പൊ ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ സി, കോട്ടൺ, കോഫി ആൻഡ് ഷുഗർ കെയിൻ. കോട്ടൺ രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നതാണ്. അപ്പം എക്സ്ക്ലൂസീവ്ലി നമുക്കത് പറയാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ സിയും അല്ല. ഓപ്ഷൻ ബിയിൽ ടൊബാക്കോ ശരിയാണ്. പക്ഷെ കോട്ടൺ വന്നപ്പോൾ അത് രണ്ടിടത്തും ഉണ്ട്. ന്യൂ വേൾഡിലും ഉണ്ടായിരുന്നു, ഓൾഡ് വേൾഡിലും. എക്സ്ക്ലൂസീവ്ലി ന്യൂ വേൾഡിൽ നിന്ന് വന്നതാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. റബ്ബർ ശരിയാണ്, പക്ഷെ കോട്ടൺ തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ശരി. ടൊബാക്കോ ഉണ്ട്,
കൊക്കോ ഉണ്ട്, റബ്ബർ ഉണ്ട്. ഇത് മൂന്നും എക്സ്ക്ലൂസീവ്ലി ന്യൂ വേൾഡിൽ നിന്ന് ഓൾഡ് വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ പേറ്റന്റ്സ് ആക്ട്, എ ബയോളജിക്കൽ പ്രോസസ് ടു ക്രിയേറ്റ് എ സീഡ് ക്യാൻ ബി പേറ്റന്റഡ് ഇൻ ഇന്ത്യ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യൻ പേറ്റന്റ് ആക്ട് പ്രകാരം ഒരു ബയോളജിക്കൽ പ്രോസസ്സ്, അതായത് ഒരു സീഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സിനെ നമുക്ക് ഇന്ത്യയിൽ പേറ്റന്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധിക്കുമോ? സാധിക്കത്തില്ല. ഒരു ബയോളജിക്കൽ പ്രോസസ്സ്, അതായത് അത് എസെൻഷ്യലി ബയോളജിക്കൽ ആണെങ്കിൽ, അങ്ങനെയാണ് ആക്ടിൽ പറയുന്നത്, അത് എസെൻഷ്യലി ബയോളജിക്കൽ ആണെങ്കിൽ അതിന് നമുക്ക് പേറ്റന്റ് ആക്ടിന്റെ പരിധിയിൽ പെടുത്താനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഇപ്പം എസെൻഷ്യലി ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? അത് ഇപ്പം പുതിയ സീഡ് വെറൈറ്റി വരുന്നത് ഇപ്പോൾ ഒരു ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ വഴിയാണെങ്കിൽ അത് എസെൻഷ്യലി ബയോളജിക്കൽ ആണോ? അല്ല. അതേസമയം അതൊരു ക്രോസ് പോളിനേഷൻ വഴി, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സെലക്ഷൻ വഴി, അല്ലെങ്കിൽ ഒരു ക്രോസ് ബ്രീഡിങ് വഴി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് എസെൻഷ്യലി ബയോളജിക്കൽ ആണ്. അങ്ങനെ വരുന്ന എസെൻഷ്യലി ബയോളജിക്കൽ ആയിട്ട് വരുന്ന പ്രോസസ്സിനെ നമുക്ക് ഇന്ത്യൻ പേറ്റന്റ് ആക്ടിൽ പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അതേസമയം എസെൻഷ്യലി ബയോളജിക്കൽ അല്ലാത്ത, അത് ഈ BT കോട്ടൺ ഒക്കെ ഉണ്ട്, അതൊക്കെ ജനറ്റിക് മോഡിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പം അത് എസെൻഷ്യലി ബയോളജിക്കൽ അല്ല. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമുക്ക് പേറ്റന്റ് ആക്ടിൽ പെടുത്താനായിട്ട് പറ്റും. പക്ഷെ അല്ലാതെ നാച്ചുറലി സംഭവിക്കുന്ന, അല്ലെങ്കിൽ എസെൻഷ്യലി ബയോളജിക്കൽ എന്ന് നമുക്ക് കരുതാവുന്ന പ്രോസസ്സുകളെ പേറ്റന്റ് ആക്ടിന്റെ പരിധിയിൽ പെടുത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തേത്, ഇൻ ഇന്ത്യ there is no intellectual property appellate body. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ നോക്കാം. Plant varieties are not eligible to patented in India. Plant varieties are not eligible to the patented in India. അത് ശരിയാണ്. കാരണം പ്ലാന്റ് വെറൈറ്റീസ് ആസ് എ ഹോൾ നമുക്ക് പേറ്റന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാം, 2019 തോന്നുന്നു ലേസുമായിട്ട് ബന്ധപ്പെട്ട്, അത് പെപ്സിക്കോയായിട്ട് ബന്ധപ്പെട്ട് പൊട്ടറ്റോ വെറൈറ്റീസിന്റെ പേരിൽ ഒരു വലിയ നിയമോദ്യോഗം നടന്നത് വലിയ വാർത്തയായിരുന്നു. ഓക്കെ, അപ്പം അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? ഈ ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പൊട്ടറ്റോ, അതായത് മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞ ഒരു പ്രത്യേക വെറൈറ്റി പൊട്ടറ്റോ, FC5 എന്ന് മറ്റാണ് അതിന്റെ പേര്. അപ്പൊ ആ പൊട്ടറ്റോ എന്താണ്, ആ കമ്പനിക്ക്, ലേസ് കമ്പനിയുടെ IPR ആണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആണ് കേസ് ഫയൽ ചെയ്തത്. പക്ഷെ അത് ആ പ്ലാന്റ് വെറൈറ്റി മൊത്തത്തിൽ എന്തല്ല പേറ്റന്റ് ചെയ്യാനായിട്ട്, ഒരു പ്ലാന്റ് വെറൈറ്റി മൊത്തത്തിൽ പേറ്റന്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കർഷകർ അതിനെതിരെ കേസിന് പോവുകയും അത് എന്താണ് അവസാന ഫാർമേഴ്സിന് അനുകൂലമായിട്ട് ആണ് വിധി വന്നത്. ഓക്കെ, അപ്പം ഒരു പ്ലാന്റ് വെറൈറ്റി ആസ് എ ഹോൾ നമുക്ക് പേറ്റന്റ് റൈറ്റിന്റെ പരിധിയിൽ പെടുത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വരുത്തണമെങ്കിൽ ഒരു ന്യൂ പ്ലാന്റ് വെറൈറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്താണ് PPVFR എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ആക്ട് ആണല്ലോ, പേറ്റന്റ് ആക്ട് അല്ല, PPVFR വഴി നമ്മൾ ആ പ്ലാന്റ് വെറൈറ്റിനെ ആസ് എ ഹോൾ മൊത്തത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. റൈറ്റ്. അപ്പോൾ അത് കർഷകർക്ക് അതിന്റെ റൈറ്റ് ഉണ്ട് എന്നതാണ് ഈ PPVFR ആക്ടിന്റെ പ്രത്യേകത. ഓക്കെ, അത് പേറ്റന്റ് ആക്ടിൽ പെടുകയാണെങ്കിൽ അത് പിന്നെ കർഷകർക്കെന്നല്ല ആർക്കും അതിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അതിന്റെ റൈറ്റ് ആർക്കാണോ അദ്ദേഹത്തിന്റെ അനുമതിയോടെ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേസമയം ഈ പ്ലാന്റ് വെറൈറ്റീസ് ആസ് എ ഹോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് പേറ്റന്റ് ആക്ടിലല്ല, PPVFR എന്ന് പറയുന്ന മറ്റൊരു ആക്ടിലാണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ എന്താണ്? പ്ലാന്റ് വെറൈറ്റീസ് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് അപ്പം ശരിയാണ്. ഓക്കെ, ഇപ്പം ലേസ് മാത്രമല്ല, നമ്മൾ ടർമറിക് അല്ലെങ്കിൽ നീം, അതിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പം മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു, എനിക്കൊന്നു ടർമറിക്കിന്റെ വന്നത് ഒരു US യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുറച്ച് പഴയ കേസാണ്. നീമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റീസെന്റ് സംഭവിച്ചാണ്. എല്ലാം ഇൻവോൾവ് ആയിരിക്കുന്നത് ഫോറിൻ കമ്പനീസും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ്. അപ്പൊ അവിടെ എല്ലാം എന്താ സംഭവിച്ചത്? പ്ലാന്റ് വെറൈറ്റീസ് ആസ് എ ഹോൾ എലിജിബിൾ അല്ല എന്നാണ് ഇന്ത്യയിലെ നിയമം. ഓക്കെ, അത് പേറ്റന്റ് റൈറ്റിലേക്ക് പ്ലാന്റ് വെറൈറ്റീസിനെ മൊത്തം നമുക്ക് പെടുത്താനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അങ്ങനെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോഡി ഇല്ല എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്കറിയാം. അപ്പൊ 2019 ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2019 ആൻസർ കീയിൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പം 2024 നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, കാരണം 2021 നമ്മളിത് അബോളിഷ് ചെയ്ത് തന്നിട്ട് എന്താക്കി, ഹൈക്കോർട്ടുകൾക്ക്
അധികാരം കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ IPR-ുമായിട്ട് ബന്ധപ്പെട്ട അപ്പീലുകൾ കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഹൈക്കോർട്ടുകളാണ് അത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ ഈ 2019 ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇവിടെ നോ എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് 2019 തന്നിരിക്കുന്ന ആൻസർക്ക് പ്രകാരം എന്താണ് ഈ ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. പക്ഷെ ഇപ്പോൾ നമ്മൾ അബോളിഷ് ചെയ്തത് കൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Fourth one, consider the following statements. First one, most of India's external debt is owed by government entities. അത് തെറ്റാണ്. അത് തെറ്റാണെന്ന് നേരിട്ടങ്ങ് പറഞ്ഞത് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എക്സ്റ്റേണൽ ഡെപ്റ്റ്, ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് കൂടുതലും ഉള്ളത് ആരുടെ കയ്യിലാണ്? അത് പ്രൈവറ്റ് എൻറ്റിറ്റീസിന്റെ കയ്യിലാണ്. പ്രൈവറ്റ് എൻറ്റിറ്റീസിന്റെ കയ്യിലാണ്. ഈ അടുത്ത് നിങ്ങൾ റീസെന്റ് അദാനി എന്റർപ്രൈസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ് ലീഗൽ ഇഷ്യൂ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താണ് അദാനി എന്റർപ്രൈസിനെ പെനലൈസ് ചെയ്യുന്ന ഒരു ലോ US ഗവൺമെന്റ് തൽക്കാലത്തേക്ക് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാ അദാനി എന്റർപ്രൈസിന് എതിരെ US നിയമ നടപടി സ്വീകരിക്കാൻ സാധിച്ചത്? അവര് ആ പർട്ടിക്കുലർ ഫേം US നിന്ന് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. US നിന്ന് ഫണ്ട് റേസ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്റ്റേണൽ ഡെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് റീസെന്റ് വന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അത് ആ പർട്ടിക്കുലർ ഫേം മാത്രമല്ല, ടാറ്റ ഉണ്ട്, വേദാന്ത, അങ്ങനെ പല മിക്ക പ്രൈവറ്റ് എന്റർപ്രൈസും ലാർജ് പ്രൈവറ്റ് ഫേമുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്റ്റേണൽ ഡെപ്റ്റ് സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഗവൺമെന്റ് സ്വീകരിക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതലാണ്. റൈറ്റ്, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഗവൺമെന്റ് അല്ല. സെക്കൻഡ് വൺ, all of India's external debt is denominated in US dollars. അതും തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ഈസി ആയിരുന്നു. ഇത് US ഡോളറിലല്ല, പൗണ്ട് ഉണ്ട്, യൂറോ ഉണ്ട്, ഈവൻ SDR-ൽ വരെ നമ്മൾ ഡെപ്റ്റ് സ്വീകരിക്കാറുണ്ട്, എക്സ്റ്റേണൽ ഡെപ്റ്റ് സ്വീകരിക്കാറുണ്ട്. ഓക്കെ, ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും വളരെ ഈസി ആയിട്ടുള്ളതായിരുന്നു. രണ്ടും തെറ്റാണ്. ഓപ്ഷൻ വരുമ്പോൾ ഓപ്ഷൻ ഡി, നെയ്തർ 1 or 2. ഫിഫ്ത്ത് വൺ, the economic cost of food grains to Food Corporation of India is a minimum support price and bonus, if any, paid to farmers plus. അതായത് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, അപ്പം നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. The economic cost of food grains to the Food Corporation of India, അതായത് FCI-നെ കുറിച്ചാണ് ചോദ്യം. FCI-യുടെ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസ്, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, പിന്നെ ബോണസ്, മിനിമം സപ്പോർട്ട് പ്രൈസ്, ബോണസ് പ്ലസ് ഇനി എന്തൊക്കെ ഉണ്ടെന്നാണ് ചോദ്യം, പ്ലസ് ഡാഷ്. അതായത് FCI-യുടെ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്, FCI-യുടെ എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് MSP പ്ലസ് ബോണസ് പ്ലസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ്? MSP എന്ന് പറഞ്ഞാൽ അത് കർഷകർക്ക് കൊടുക്കേണ്ടതാണ്. ഇനി ബോണസ് അത് ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ കർഷകർക്ക് കൊടുക്കണം. ഇത് രണ്ടും കർഷകർക്ക് കൊടുക്കണം, ഫാർമേഴ്സിന് കൊടുക്കേണ്ടതാണ്. ഇത് കൂടാതെ എന്തൊക്കെയാണ് ഈ എക്കണോമിക് കോസ്റ്റിൽ പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഓപ്ഷൻ എ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓൺലി. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, പക്ഷെ അത് ഓൺലി എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് തെറ്റാണ്. ഓപ്ഷൻ ബി, ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓൺലി. ഇവിടെയും ഓൺലി പറഞ്ഞിരിക്കുന്നുണ്ട്, ഇതും തെറ്റാണ്. ഓപ്ഷൻ സി, പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഓപ്ഷൻ ഡി, പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റൽസ് ആൻഡ് ചാർജസ് ഫോർ ഗോഡൌൺസ്. ഇതിൽ കൂടുതൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ഡിയേക്കാളും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? FCI ഇത് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഒന്ന് MSP കൊടുക്കണം. അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. MSPയുടെ കൂടെ എന്തൊക്കെ കൊടുക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് പ്രൊക്യൂർ ചെയ്യുന്ന ഏജന്റിന് പൈസ കൊടുക്കണം. ഓക്കെ, അത് ട്രാൻസ്പോർട്ട് ചെയ്ത് എവിടേക്ക് എത്തിക്കണം? ഗോഡൌണിലേക്ക് എത്തിക്കണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വേണം. ട്രാൻസ്പോർട്ടേഷൻ മാത്രം പോരാ, അത് ഗോഡൌണിലെത്തി അവിടെ സൂക്ഷിക്കണം. വെയർ ഹൗസിന്റെ ചാർജ് വേണം. ഗോഡൌൺ നോക്കൂ, ഇവിടെ ഗോഡൌണിന്റെ ചാർജ് ഈ പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റിൽ വന്നതുകൊണ്ടാണ് ഈ ഫോർത്ത് ഓപ്ഷനിലെ ഗോഡൌൺ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതൽ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് ഓപ്ഷൻ സി വന്നത്. ഇവിടെ ഗോഡൌൺ എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റൽസിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഓപ്ഷൻ ഡിയിൽ അത് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഓപ്ഷൻ സി ശരിയായിട്ട് വന്നത്. ഓക്കെ, ഇപ്പൊ പ്രൊക്യൂർമെന്റ് ഇൻസിഡന്റിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളത് പ്രൊക്യൂർ ചെയ്യുന്നു, അതിനുശേഷം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു,
അത് വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷം എന്താണ്, ഇപ്പൊ ക്വാളിറ്റി ചെക്ക് ഒക്കെ നടത്തണമെങ്കിൽ അതിനും FCIയുടെ തന്നെ പണം മുടക്കണം. ഓക്കെ, ഇതെല്ലാം ചേരുന്നതാണ് എന്ത്, എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 5th വൺ ആൻസർ. 6th വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തേത്, കോൾ സെക്ടർ വാസ് നാഷണലൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർ ഇന്ദിരാഗാന്ധി. ശരിയാണ്, ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ സമയത്താണ് നമ്മൾ കോൾ സെക്ടറിനെ നാഷണലൈസ് ചെയ്തത്. രണ്ടാമത്തേത്, നൗ കോൾ ബ്ലോക്സ് ആർ അലോക്കേറ്റഡ് ഓൺ ലോട്ടറി ബേസിസ്. ലോട്ടറി ബേസിസിലല്ല, നമ്മൾ ബിഡ് ചെയ്യുകയാണ്, അതായത് ഓപ്ഷൻ നടത്തി കൊടുക്കുകയാണ്. ലോട്ടറി ബേസിസിലല്ല. ആദ്യം അത് ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷൻ പ്രകാരമാണ് കൊടുത്തിരുന്നത്, പക്ഷെ നാഷണലൈസ് ചെയ്ത സമയത്ത്. പക്ഷെ ഇപ്പൊ എന്താണ്, അത് ഓപ്ഷൻ നടത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇത് ശരി, രണ്ടാമത്തേത് തെറ്റ്. Third one, till recently, India imported coal to meet the shortages of domestic supply, but now India is self-sufficient in coal production. അതായത് റീസെന്റ് വരെ നമ്മൾ കോൾ ഇമ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് സഫിഷ്യന്റ് ആയിട്ടില്ല, ഇപ്പോഴും നമ്മൾ കോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ നമ്മൾ കോൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർ ഇപ്പോൾ നമ്മൾ സ്റ്റീൽ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി കോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ സെൽഫ് സഫിഷ്യന്റ് ആയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തേതും മൂന്നാമത്തേതും തെറ്റിപ്പോയി. അപ്പോൾ ഓപ്ഷൻ എ, 1 only. റൈറ്റ്. നെക്സ്റ്റ് വൺ, 7th question. The service area approach was implemented under the purview of. സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ച് വന്നിരിക്കുന്നത് എന്തിന്റെ കീഴിലാണ്, ഏത് സ്കീമിന്റെ കീഴിലാണെന്നാണ് ചോദ്യം. ഒന്നാമത്തേത്, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് IRDP കീഴിലാണ് സർവീസ് ഏരിയ അപ്രോച്ച് വന്നിരിക്കുന്നത്. അല്ല. ഓപ്ഷൻ ബി, ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് സ്കീമിന്റെ കീഴിൽ തന്നെയാണ് എന്ത്, സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറഞ്ഞ സ്കീം വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണ് ലീഡ് ബാങ്ക് സ്കീം? അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിന്റെ ക്രെഡിറ്റ് പ്ലാൻ അത് എന്താണ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാങ്കിന്, കൂടുതൽ സമയത്ത് ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആയിരിക്കും അതിനെ ചുമതലപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസ്ട്രിക്റ്റിന്റെ ക്രെഡിറ്റ് പോളിസി അല്ലെങ്കിൽ ക്രെഡിറ്റ് പോളിസി മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ആ പർട്ടിക്കുലർ ബാങ്ക് ആയിരിക്കും. ഓക്കെ, ഇനി ഈ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ലീഡ് ബാങ്ക് സ്കീമിന് കീഴിൽ തന്നെ ഓരോ ബാങ്ക് ബ്രാഞ്ചുകൾക്കും ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഏരിയയിൽ ഈ ബാങ്ക് ബ്രാഞ്ചുകൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവരുടെ ബാങ്കിങ് ഓപ്പറേഷൻസ് നടത്തണം. ഓക്കെ, ഇതിപ്പോ നമ്മൾ അബോളിഷ് ചെയ്തു, കാരണം അത് എന്താണ്, മറ്റ് ബാങ്ക് ബ്രാഞ്ചുകൾക്ക് അപ്പോൾ അത് എന്താണ്, കോമ്പറ്റീഷൻ നടത്താനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ ലീഡ് ബാങ്ക് സ്കീം ഇപ്പോഴും ഉണ്ട്. എനിവേ ലീഡ് ബാങ്ക് സ്കീമിന്റെ കീഴിലായിരുന്നു സർവീസ് ഏരിയ അപ്രോച്ച് വന്നുകൊണ്ടിരുന്നത്. ഓപ്ഷൻ സി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വഴിയായിരുന്നു സർവീസ് ഏരിയ അപ്രോച്ച്. സർവീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ MNRGP ആണെന്നൊന്നും വിചാരിക്കരുത്, തെറ്റാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കീഴിലല്ല. 8th one, which of the following is issued by registered foreign portfolio investors to overseas investors who want to be part of the Indian stock market without registering themselves directly? Lengthy question ആണ്, അപ്പൊ നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം. Which of the following is issued by registered foreign portfolio investors, അതായത് registered FPI to overseas investors. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലും FPI തന്നെയാണ്. Who want to be part of the Indian stock market without registering themselves directly. Okay, അതായത് രജിസ്റ്റേർഡ് FPI, നോൺ രജിസ്റ്റേർഡ് FPI, ഈ രജിസ്റ്റേർഡ് FPI ഈ നോൺ രജിസ്റ്റേർഡ് FPIക്ക് ഇഷ്യൂ ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് രജിസ്റ്റേർഡ് FPI, ഇത് നോൺ രജിസ്റ്റേർഡ് FPI. ഈ രജിസ്റ്റേർഡ് FPI നോൺ രജിസ്റ്റേർഡ് FPIക്ക് ഇഷ്യൂ ചെയ്യുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണോ? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പം നമ്മൾ FD ഇടുന്നത് പോലെ തന്നെയാണ്. അതൊരു ലാർജ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ടിനെ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് FD പോലെ നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അതിന് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ FD ആയിട്ടുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം FD 10 വർഷമാണെങ്കിൽ ഇത് 1 വർഷമായിരിക്കും ഇതിന്റെ മാക്സിമം കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ FD ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടില്ലേ, അതുപോലെ
ഈ ഹ്യൂജ് എമൗണ്ട് വലിയ ലാർജ് കമ്പനീസ് ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണ്ടി, ഷോർട്ട് ടൈം എന്ന് പറയാൻ കാരണം എന്താ, ഇതിന്റെ മാക്സിമം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ്. ഓക്കെ, ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അതിന്റെ FPI ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഓപ്ഷൻ ബി, കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ലാർജ് ഫേംസ്, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൂവൺ ക്രെഡിബിലിറ്റി ഉള്ള ഫേംസ്, ലാർജ് ഫേംസ്, അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് ലോൺസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അതായത് ഇവര് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്ത് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. ആ ഇൻവെസ്റ്റേഴ്സ് ആ കൊമേഴ്ഷ്യൽ പേപ്പർ വാങ്ങിയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന പണം ഈ കമ്പനിക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ്, ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് ബാങ്കിനെ സമീപിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ മെച്യൂരിറ്റി ആകുമ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ തിരിച്ചു വാങ്ങിയിട്ട് ഈ ഇൻവെസ്റ്റർക്ക് ഫണ്ട് തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പം കമ്പനിക്ക് എന്താണ് ലാഭം, ഈ ലാർജ് ഫേംസിന് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാതെ തന്നെ അവരുടെ ഫണ്ട് ഇഷ്യൂസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ലാർജ് ഫേംസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിൽ FPIയുടെ എലമെന്റ് ഒന്നും വരുന്നില്ല. ഇനി ഓപ്ഷൻ സി, പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എഗ്രിമെന്റ് പോലെ തന്നെയാണ്. ഒരു ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ അവരുടെ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള പ്രോമിസറി നോട്ട്. പിന്നെ സാധാരണ ഒരു എഗ്രിമെന്റിനേക്കാൾ ഇതിനുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രേഡബിൾ ആണ്, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് രണ്ടാമതൊരാൾക്ക് നമുക്ക് വിറ്റിട്ട് നമുക്ക് ആ പണം സെക്കൻഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ആ സെക്കൻഡ് പാർട്ടിയും ആദ്യം ഇഷ്യൂ ചെയ്ത ആളും തമ്മിലായിരിക്കും ട്രാൻസാക്ഷൻ നടത്തേണ്ടത്. ഓക്കെ, അപ്പം ഇതൊരു എന്താണ്, ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അപ്പം ഇത് FPI ആയിട്ട് നേരിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല. ഇനി ഓപ്ഷൻ ഡി ആണ് ആൻസർ, പാർട്ടിസിപ്പേറ്ററി നോട്ട്. ഓക്കെ, ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, രജിസ്റ്റേർഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അതായത് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ FPI വഴി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്ന ബോണ്ടുകളും ഷെയറുകളും ഒക്കെ ഉണ്ടല്ലോ, ഇത് എല്ലായ്പ്പോഴും ഈ വാങ്ങുന്ന ആൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം നിർബന്ധമില്ല. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ ഫണ്ട് മുടക്കുന്നത് ഈ സെബിയിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ലാത്ത മറ്റേതെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത ആളും, അതായത് ഇത് വാങ്ങുന്നയാളും ഇതിന് ഒറിജിനലി ഫണ്ട് മുടക്കുന്നയാളും രജിസ്റ്റർ ചെയ്യാത്ത ആളും തമ്മിലുള്ള എഗ്രിമെന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, രജിസ്റ്റർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അവർക്ക് ഷെയർ വാങ്ങുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്, രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ലാത്ത, സെബിയുടെ രജിസ്ട്രേഷൻ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അനോണിമസ് ആയിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രജിസ്റ്റർ ചെയ്ത ആളും ഒറിജിനലി ഇത് ഫണ്ട് മുടക്കുന്ന ആളും തമ്മിലുള്ള എഗ്രിമെന്റിനാണ് നമ്മൾ പാർട്ടിസിപ്പേറ്ററി നോട്ട് എന്ന് പറയുന്നത്. റൈറ്റ്, ഇപ്പം ഈ അടുത്തായിട്ട് ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത ആള് വാങ്ങുകയാണെങ്കിൽ അത് ആരാണ് വാങ്ങുന്നത് എന്ന് നമുക്ക്, ഏത് കമ്പനിയാണ് വാങ്ങുന്നതെന്ന് നമുക്ക്, ഏത് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ ഇത് ആക്ച്വലി ഇത് ഫണ്ട് മുടക്കുന്ന, ഈ പാർട്ടിസിപ്പേറ്ററി നോട്ട് വഴി ഇത് ഫണ്ട് മുടക്കുന്ന ആൾ ആരാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ? ഇല്ല, അദ്ദേഹം അനോണിമസ് ആയിട്ട് ഈ രജിസ്റ്റർ ചെയ്ത FPIക്ക് ആയിരിക്കും പണം കൊടുക്കുന്നത്. നമുക്ക് പണം വരുന്നത് എവിടുന്ന, ഈ രജിസ്റ്റർ ചെയ്ത FPIയിൽ നിന്ന്. പക്ഷെ ആക്ച്വലി പണം മുടക്കിയിട്ടുള്ള ആരാ, രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമില്ലാതെ അനോണിമസ് ആയിട്ട് പണം മുടക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ അനോണിമസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മണി ലോണ്ടറിങ്ങിനൊക്കെ ഒരുപാട് സാധ്യത ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. റൈറ്റ്, അപ്പം അതങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ SEBI എന്ത് ചെയ്തു, ഇവിടെ ഈ അടുത്തായിട്ട് നമ്മുടെ KYC ഒക്കെ ഇതിന് മാൻഡേറ്ററി ആക്കി. റൈറ്റ്, അപ്പം ഇന്ത്യയിൽ ഈ അടുത്തായിട്ട് പാർട്ടിസിപ്പേറ്ററി നോട്ട് അതുവഴിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഇനി ലാസ്റ്റ് വൺ, in the context of any country, which one of the following would be considered as part of its social capital? Social capital ne kurichana ചോദ്യം. Option A, the proportion of literates in the population. അഭ്യസ്ത വിദ്യരുടെ പ്രൊപ്പോർഷൻ. അതിന് നമ്മൾ എന്തെന്ന് പറയും, അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയും. ഹ്യൂമൻ ക്യാപിറ്റലിൽ പെടുന്നതാണ് പ്രൊപ്പോർഷൻ ഓഫ് ലിറ്ററേറ്റ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ദ സ്റ്റോക്ക് ഓഫ് ഇറ്റ്സ് ബിൽഡിംഗ്സ്, അതർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മെഷീൻസ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയും. സ്റ്റോക്ക് ഓഫ് ബിൽഡിംഗ്സ്, അതർ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ എന്തിൽ പെടും, ഫിസിക്കൽ ക്യാപിറ്റലിൽ പെടും.
ഓപ്ഷൻ സി, ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ദ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ്. വർക്കിംഗ് ഏജ് ഗ്രൂപ്പിലുള്ള പോപ്പുലേഷന്റെ സൈസിനെ നമ്മൾ എന്തെന്ന് പറയും? ലേബർ ഫോഴ്സ് എന്ന് പറയും. ലേബർ ഫോഴ്സ് എന്ന് പറയും. ഓപ്ഷൻ ഡി, ദ ലെവൽ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഹാർമണി ഇൻ ദ സൊസൈറ്റി. ഇതാണ് എന്ത്? സോഷ്യൽ ക്യാപിറ്റൽ. സോഷ്യൽ ക്യാപിറ്റലിനെയാണ് പറയുന്നത് എന്ത്? ലെവൽ ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഹാർമണി. അതായത് ഇങ്ങനെ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഹാർമണി ഉള്ള സൊസൈറ്റിയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള എക്കോണമിയിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9th വൺ ആൻസർ ഓപ്ഷൻ ഡി. അപ്പൊ ഇത്രയാണ് 2019 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഈ 2 വീഡിയോസ് വഴി നമ്മൾ 2019 വരെയുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്കണോമിക്സിൻ്റെത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ബാക്കിയുള്ള വർഷങ്ങളിലേതും കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും നമ്മൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനപ്പുറത്തും ധാരാളം പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ക്ലാസ് കൂടാൻ താല്പര്യമുള്ളവർ ഓഫീസിൽ ബന്ധപ്പെട്ട അവരതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാച്ച് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി 2020 ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.